അങ്ങനെ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാടിന്റെ മനസ്സ് ആർക്കൊപ്പം എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അവസാന നിമിഷങ്ങളിലും വികസനം ചർച്ചയാക്കി കൊണ്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ വീട് വീടാന്തരം വോട്ടർമാരെ കാണുന്നതിനായി പോകുന്നത്. നമ്മളോടൊപ്പം ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്ന് നിശബ്ദ പ്രചരണം, മുന്നണികൾ, സ്ഥാനാർത്ഥികൾ ഒക്കെ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരിക്കും. വികസന അജണ്ട തന്നെയാണ് NDA സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നത്. നിശബ്ദ പ്രചരണമാണെങ്കിൽ പോലും എത്രത്തോളം ആവേശം അലയടിക്കുന്നുണ്ട് പാലക്കാട്? രോഹിണി, ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാന വട്ടം വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. കാരണം ഇന്ന് ഒരു ദിവസം മാത്രമാണ് ഉള്ളത്. പാലക്കാട് നാളെ വിധിയെഴുത്തിലേക്ക് പോവുകയാണ്. 23-ാം തീയതിയാണ് റിസൾട്ട് അറിയുക. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിലും ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഈ നിശബ്ദ ദിനത്തിലും ഓരോ വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളും ഇന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള വോട്ട് അഭ്യർത്ഥനയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താരേക്കാട് അഗ്രഹാരത്തിലാണ്. ഇവിടെയാണ് രാവിലെ മുതൽ തന്നെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഉള്ളത്. അതിനുശേഷം അദ്ദേഹം കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് പോകും. മറ്റ് അഗ്രഹാരങ്ങളിലും അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തും. അതായത് നിശബ്ദ പ്രചാരണം. അവസാന നിമിഷത്തിൽ ഓടുകയാണ് അദ്ദേഹം. അതായത് എല്ലാവരെയും നേരിട്ട് കണ്ട് തന്നെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥി തന്നെ ഉണ്ട് ഇപ്പോൾ കൂടെ. എങ്ങനെ ഈ അവസാന നിമിഷത്തിൽ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ഓരോരുത്തരെ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിൻ്റെ ഒരു തിരക്ക് കൂടിയും ഉണ്ട്. എന്തായാലും വികസനം തന്നെ ചർച്ചയാക്കിയിട്ടുള്ള പ്രചാരണമാണ് അദ്ദേഹം മുഴുനീളം ഈ ഒരു മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അത് വോട്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. കാരണം മറ്റ് 2 മുന്നണി സ്ഥാനാർത്ഥികളും വികസനം മാറി പല വിവാദ വിഷയങ്ങളും ചർച്ച ചെയ്തപ്പോൾ NDA തുടക്കം മുതൽ തന്നെ വികസനം ചർച്ചയാക്കി തന്നെയായിരുന്നു അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വികസനം വോട്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, പാലക്കാട് നഗരസഭയിൽ ഭരിക്കുന്നത് NDA ആണ്. അതുകൊണ്ട് തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് മുൻപിൽ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ജനങ്ങളുടെ കൺമുൻപിൽ ഉണ്ട്. അതെല്ലാം തന്നെ വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ തവണ വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം NDAക്ക് നഷ്ടമായത്. 3859 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ മെട്രോമാൻ E ശ്രീധരൻ ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. അത് ഇത്തവണ മറികടന്ന് ഒരു സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ NDA നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതെല്ലാം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മറികടന്നുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇവിടെ രംഗത്തുണ്ടായിരുന്നു. ഘടകകക്ഷികൾ എല്ലാം തന്നെ ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സജീവമായ ഒരു പ്രചാരണ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ സജീവമായി തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് ഒരു രാവും പകലും ഇല്ലാതെയുള്ള ഒരു ഓട്ടത്തിൽ തന്നെ ആയിരുന്നു സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും എല്ലാം തന്നെ. ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് ഇത്തവണ വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് NDA ക്യാമ്പ് പൂർണ്ണമായും ഉള്ളത്. K സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. മറ്റ് 2 മുന്നണികളും വികസന ചർച്ച ചെയ്തിരുന്നില്ല. പ്രധാനമായും നിരവധി വിഷയങ്ങളായിരുന്നു, വിവാദ വിഷയങ്ങളായിരുന്നു തുടക്കത്തിൽ അവർ ചർച്ച ചെയ്തിരുന്നത്. ട്രോളി ബാഗ് അടക്കമുള്ള പ്രശ്നങ്ങൾ UDFനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ UDFിനുള്ളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ തുടക്കത്തിൽ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഡോക്ടർ P സരിൻ രംഗത്തെത്തി. അതിനെതിരെ തുടർച്ചയായി തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചു. പിന്നീട് സരിൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. അതായത് ഇടതുപക്ഷത്തിന് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇല്ലാത്ത ഒരു ഗതികേടിലേക്ക് അവർ മാറി. P സരിനെ അവർക്ക് സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. അങ്ങനെ ഇടതുപക്ഷത്തിനുള്ളിൽ അത് വലിയ വിമർശനം ഉണ്ടാക്കി. കാരണം അവർക്ക് ചിഹ്നമില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് P സരിൻ മത്സരിക്കുന്നത്. അത് ഒരു വലിയ വിഭാഗത്തിൽ എതിർപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി. അങ്ങനെ നിരവധി വിഷയങ്ങൾ 2 മുന്നണികളെയും ബാധിച്ചിരുന്നു. ഇതുതന്നെയായിരുന്നു അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ഒരു ചർച്ച. ഏകദേശം അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് അവർ വികസനം ചർച്ച ചെയ്ത് മുന്നോട്ട് പ്രചാരണ രംഗത്ത് സജീവമായത്. എന്തായാലും ഇതെല്ലാം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.
ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. NDA സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം വളരെ സജീവമായ ഒരു പ്രചാരണ പ്രവർത്തനം ഇത്തവണ സീറ്റ് ഉറപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് കഴിഞ്ഞ തവണ ചെറിയ ഒരു വോട്ടിന് നഷ്ടമായ ഈ ഒരു മണ്ഡലം ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു ഓരോ പ്രവർത്തകരും ഉണ്ടായിരുന്നത്. മഹിളാ പ്രവർത്തകർ അടക്കം അത്തരത്തിലുള്ള സജീവമായ ഒരു പ്രചാരണമാണ് ഈ ഒരു മണ്ഡലത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നത് NDA സർക്കാരാണ്. അത്തരത്തിൽ NDA സർക്കാരിൽ നിന്നുമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിയും എന്നൊരു ശുഭപ്രതീക്ഷയുണ്ട്. നമ്മൾ NDA സ്ഥാനാർത്ഥിയോട് തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇവിടെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വന്ദേ ഭാരത് ട്രെയിൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. 2 മാസത്തിനകം തന്നെ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ പ്രാബല്യത്തിൽ വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ആ രീതിയിൽ ദേശീയ നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ജനുവരി 15-നുള്ളിൽ തന്നെ അത്തരത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ സർവീസ് ആരംഭിക്കും. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് അദ്ദേഹം പ്രധാനമായ ഒരു നിർണായക പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഇവിടെ മെട്രോമാൻ E. ശ്രീധരൻ മത്സരിച്ച സമയത്ത് അദ്ദേഹം കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി. ആ മാസ്റ്റർ പ്ലാൻ അടക്കം ഇവിടെ കൊണ്ടുവന്ന് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇവിടെ ചെയ്തു തീർക്കും. അത്തരത്തിലുള്ള ഉറപ്പ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ട്. NDAയെ തിരഞ്ഞെടുത്താൽ അത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ജനങ്ങളെയും അവസാന നിമിഷങ്ങളിലും ബോധ്യപ്പെടുത്താനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും C. കൃഷ്ണകുമാർ ഉള്ളത്. അതെ, തീർച്ചയായും ശിവദാസ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണം, മുന്നണികൾ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവും. വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും വളരെ സജീവമായിരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ NDA സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വികസനം ചർച്ച ചെയ്യേണ്ടി വന്നു. അങ്ങനെ വികസനം ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ പിന്നോട്ട് വലിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇരു മുന്നണികളും പോയി എന്നുള്ളതാണ്.